ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ്. തിരക്കിട്ട പ്രചാരണത്തിലാണ് ദില്ലിയുടെ മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. അരവിന്ദ് കെജ്രിവാളിൻ്റെ വാഹനം ഇങ്ങനെ ഓരോ ദിവസവും എല്ലായിടത്തും പ്രചരണം നടത്തി അദ്ദേഹം സജീവമായി തന്നെ നേതാക്കളെയും പ്രവർത്തകരെയും കണ്ട് സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. വലിയ ആത്മവിശ്വാസത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നും ആം ആദ്മി സർക്കാർ, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ BJP സമ്മർദ്ദത്തിൽ ആക്കുന്ന ചില പ്രഖ്യാപനങ്ങളും അതോടൊപ്പം ചില കാര്യങ്ങളുമാണ് നടത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആം ആദ്മി സർക്കാർ ദില്ലിയിൽ വീണ്ടും അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകും. അതേസമയം മെട്രോയിലും ഇത്തരത്തിൽ ഒരു കൺസെഷൻ നൽകാൻ ആം ആദ്മി ആഗ്രഹിക്കുന്നുണ്ട്. 50% മെട്രോയിൽ കൺസെഷൻ നൽകാനാണ് ആലോചനയുള്ളത്. അതിന് കേന്ദ്ര സർക്കാരിന് കൂടി അനുമതി വേണം. അത് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രിക്ക് തന്നെ കെജ്രിവാൾ ഇന്ന് കത്തയച്ചിരിക്കുന്നു. ഒരു തരത്തിൽ കേന്ദ്രം ഇത് അംഗീകരിച്ചില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ വിദ്യാർത്ഥികൾക്കുള്ള ഇത്തരത്തിലുള്ള കൺസെഷൻ തടയുന്നു എന്നായിരിക്കും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ ആരോപിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അത്തരത്തിൽ BJPയെ പ്രതിരോധത്തിൽ ആക്കുന്ന നടപടി ഇന്ന് കെജ്രിവാളിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നു. तो एक सबसे बड़ा ऐलान आज मैं ये कर रहा हूँ कि हमारी सरकार बनने पे स्टूडेंट्स को भी बस में सफ़र फ्री दिया जाएगा. अभी महिलाओं को तो फ्री बस का सफ़र है, तो जो फीमेल स्टूडेंट्स हैं उनको तो इसका फ़ायदा मिलता है, लेकिन मेल स्टूडेंट्स को नहीं मिलता. लेकिन दिल्ली के अंदर हम देखते हैं कि बहुत सारे स्टूडेंट्स, अधिकतर स्टूडेंट्स मेट्रो का इस्तेमाल करते हैं. मेट्रो दिल्ली की लाइफलाइन है और मेट्रो बहुत महंगी हो गई है. एक आम स्टूडेंट उसे अफोर्ड करने में बहुत उसे तकलीफ़ होती है. मेट्रो दिल्ली सरकार और केंद्र सरकार का 50-50 वेंचर है. प्रॉफिट होता है तो 50-50 शेयर होता है, लॉस होता है तो 50-50 शेयर होता है. जितना कैपिटल इन्वेस्टमेंट होता है वो भी 50-50 शेयर होता है. तो मैंने आज प्रधानमंत्री जी को चिट्ठी लिखी है कि हमें स्टूडेंट्स को 50% कंसेशन देना चाहिए मेट्रो के फेयर में. BJP പ്രകടന പത്രികയും കേജ്രിവാൾ രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ചു എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതുവരെ കേജ്രിവാൾ നൽകിയ കാര്യങ്ങൾ തന്നെ ഞങ്ങളും ചെയ്യും എന്നായിരിക്കും BJP പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നായിരുന്നു കേജ്രിവാളിൻ്റെ ആ പരിഹാസം ഉണ്ടായത്. എന്താണെങ്കിലും ദില്ലി തെരഞ്ഞെടുപ്പ് പ്രചാരണം അങ്ങ് ചൂടുപിടിച്ചു വരികയാണ്. ഒരു വശത്ത് BJP കേജ്രിവാളിനെതിരെ മദ്യനയ അഴിമതി പോലുള്ള വിഷയങ്ങൾ ഊന്നിക്കൊണ്ട് ഇപ്പോഴും പ്രചാരണം നടത്തുന്നു. കോൺഗ്രസും അതിന് കൂട്ടുപിടിക്കുന്നു. അത്തരത്തിൽ അവരുടെയും സമാനമായ പ്രചാരണം നടന്നു വരുന്നു. മറ്റൊരു വശത്താകട്ടെ കേജ്രിവാൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുമെന്ന ആത്മവിശ്വാസം ആവർത്തിച്ച് പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഉർക്കടവിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.